കുറിച്ച് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നാളെ മുതൽ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറോടെ നടക്കുന്നുണ്ട്. വരുന്ന വിശുദ്ധ ആരാധന വരെ. വരുന്ന വിശുദ്ധ ആരാധനയിൽ നമ്മൾ പതിവായിട്ട് ആലയത്തിൽ കൊടുക്കുന്ന അരി കൊടുക്കുന്ന ദിവസമാണ്. ദൈവമക്കൾ ഞായറാഴ്ച തന്നെ കടന്നു വന്ന് വാങ്ങുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമാപന ദിവസത്തിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ തിരുമേശ ഉണ്ടായിരിക്കുന്നതാണ്. അതിനായി ഒരുങ്ങി വരുവാൻ ദൈവനാമത്തിൽ ആലോചന പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വരുന്ന ആമേൻ ആമേൻ സ്തോത്രം. ചൊവ്വാഴ്ച പകൽ ഇവിടെ ആരാധനയുണ്ട്. അതിനുശേഷമായിട്ട് വൈകുന്നേരം നെലമാമൂടാണ് നമ്മുടെ പ്രാർത്ഥനാ ഹാളിനകത്ത് ആരാധന നടക്കുന്നുണ്ട്. ആമേൻ. അവിടെ പലരും കിടന്നു വന്ന് സഹകരിച്ച് ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവിടെ സൗണ്ട് സിസ്റ്റത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞാനൊരു 50,000 രൂപ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 ബോക്സ്, ഞാനും മകനുമായി 2 ബോക്സ് ചെയ്യുന്ന വില കേട്ടപ്പോൾ 20,000 രൂപ. ആമേൻ. സ്തോത്രം. അതിൽ മനോഹരമായി സ്പീക്കർ വേണം, 500-ൻ്റെ ഒരു ആമ്പിളി പേർ, ഒരു 3 മൈക്ക്, മിക്സർ ദൈവകൃപയാൽ ദൈവം തന്നത് ഇവിടെ ഇരിപ്പുണ്ട്. കൊണ്ടുവച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. അവിടെ ആമേൻ 50 ചീറോളം വാങ്ങുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ മകൾ ആമേൻ ആമേൻ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടി തന്നു. അത് മേടിച്ച് ഇട്ടിട്ടുണ്ട്. അതേപോലെ ആമേൻ ഈ ഉപകരണം വെച്ച് നടത്തുവാനായിട്ട് വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ അത്രത്തോളം സാമ്പത്തികമൊന്നുമില്ലാത്തതുകൊണ്ട് ദൈവകൃപയാലോ ഈ ശുശ്രൂഷ ആമേൻ അനുഭവിക്കുമ്പോൾ, ഈ പരസ്യം, ഈ പറയുന്ന ആമേൻ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ചില ഹൃദയങ്ങളിൽ ദൈവാത്മാവ് ഇടപെടുവാൻ വാങ്ങി തരുവാനായിട്ട് ദൈവാത്മാവ് ഒരുക്കട്ടെ എന്നാഴമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ സഭാ ഹാളിൻ്റെ പണിക്കായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതിനാവശ്യമായ നന്മകൾ സഹായിക്കുന്ന കരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കണം. പരസ്യയോഗം നടക്കുവാൻ ഒരു സെറ്റിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മനോഹരമായിട്ട് കേബിളിൽ തുടരുത് കേട്ടോ. ക്യാമറയിൽ കൊടുത്തിരുന്നതാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരസ്യയോഗം നടത്തുവാനായിട്ടൊരു സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് സഞ്ചരിച്ചു പോയി പരസ്യയോഗം നടത്തുവാൻ മനോഹരമായൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസന് ഒരു 2 വീലർ പുതിയത് തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പോൽക്കാലം നിങ്ങൾ കേട്ടല്ലോ, കടന്നു വന്നപ്പോൾ അത് കംപ്ലൈൻ്റായി ആമേൻ വഴിയിൽ നിൽക്കുവാനിടയായി. ഒരു വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നു വന്നത്. ഒരു 2 വീലറിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വാർത്തയ്ക്ക് കാലത്തിൽ ഓടി നടന്ന് ടാറ്റൊക്കെ കൊടുത്ത് ഒരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസങ്ങളും. അതിനായിട്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യട്ടെ. ആമേൻ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കടബാധ്യതകൾ മാറുവാൻ, അതിരുകൾക്ക് ദൈവം വിശാലത ഉണ്ടാകുവാൻ. ഹല്ലേലൂയ ആമേൻ ആമേൻ. ചെമ്പൂര് ആരാധനാലയത്തിൽ ശക്തമായ പ്രവർത്തനം നടത്തുവാൻ. ഹല്ലേലൂയ. അതേപോലെ വഴുതൂർ ഭാഗത്ത് ആമേൻ ആമേൻ മലഞ്ഞാണിയിൽ ആരാധനാലയത്തിൽ അതിനെ പുതുക്കിപ്പോണത് മനോഹരമായ ആരാധന നടത്തുവാൻ ദൈവം വഴിയൊരുക്കണം. മറ്റ് ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കുവാൻ, പ്രയർ സെൻ്ററുകൾ, എല്ലാ യോഗങ്ങളും ദൈവം അനുഗ്രഹിക്കുവാൻ നമുക്ക് വളരെ ആഴമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം അതിശക്തമായി പ്രവർത്തിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലത്ത് ശുശ്രൂഷകൾ ധന്യമായി അനുഗ്രഹിച്ചു. ഈ ആഴ്ചകളിൽ നടക്കേണ്ട ആരാധനകൾ ധന്യമായി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നടക്കുവാനായിട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കാം. ധാരാളം വ്യക്തികൾ ബലഹീനരായി രോഗികളായി കിടന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. കഴിക്കുവാൻ ആഹാരമില്ലാതെ ബന്ധപ്പെടുന്നവരുണ്ട്. ദൈവം ആമേൻ ആമേൻ സ്തോത്രം നമ്മുടെ കരങ്ങളിൽ നന്മ തന്നാൽ മറ്റു പലരെ സഹായിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ പ്രാപ്തരാണ്. ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മളുടെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുങ്ങിയ നന്മകളിൽ നിന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവം ധാരാളം തന്നാൽ ധാരാളം കൊടുക്കുവാൻ. അതേപോലെ ആലയത്തിൻ്റെ പണി ഹല്ലേലൂയ ആമേൻ നേർച്ചയായി ചെയ്തു തരുന്നവർക്ക് ഹല്ലേലൂയ ആമേൻ ആമേൻ അവരുടെ ആമേൻ കണക്കിൽ തന്നെ ആലയം പണിത് ദൈവനാമത്തിൽ ഹല്ലേലൂയ അവർ ആമേൻ കുടുംബങ്ങളിൽ അത് അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്ത് ദൈവസഭയിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം അത് ആമേൻ അവരുടെ ആമേൻ നേർച്ചയായി ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിന് അത് അനുഗ്രഹമായി തീരും. അതിനായി ദൈവം ഒരുക്കട്ടെ. മറ്റെല്ലാ ശുശ്രൂഷകളും കൃത്യമായി ദൈവം ചെയ്തെടുപ്പാൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്യയോഗങ്ങൾ ഉണ്ട്. കൺവെൻഷൻ ഹല്ലേലൂയ ആമേൻ ആമേൻ നമ്മൾ നടന്നു വരുന്ന കൺവെൻഷൻ ഈ ദിവസങ്ങളിൽ നടത്തുവാനായി കഴിയാതെ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നു. എല്ലാ പഞ്ചായത്ത് തോറും 3 ദിവസം കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഓർത്ത് പ്രാർത്ഥനയിൽ സഹകരിക്കുവാൻ ഓർത്തുകൊള്ളുന്നു. ഹല്ലേലൂയ ആമേൻ. ഒരു ഹല്ലേലൂയ ആമേൻ ആമേൻ സഹോദരി 3 ദിവസം കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ നമ്മുടെ ടീച്ചർ നേർന്നിട്ടുണ്ട്. വരുന്ന ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നവംബറിലാറ്റെ ഹല്ലേലൂയ നടത്തുവാൻ നേർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും തുടർമാനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ നടത്തുക. മറ്റ് കൺവെൻഷനുകൾ മുടങ്ങാതെ നടത്തുവാൻ നന്മ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്തിരുന്ന് ഭാരപ്പെടുന്നവരെ ചിലരുടെ വിഷയത്തെ ദൈവാത്മാവ് ഇന്ന് ഏറ്റെടുക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് ഏറ്റെടുക്കാൻ പോവുകയാണ്.
നമ്മൾ എത്ര വലിയ സീരിയസ് വിഷയം ലോകക്കാരിൽ നിന്ന് വന്നാലും അവിടെയെല്ലാം നീ മിണ്ടാതിരിക്കണം. അവിടെയെല്ലാം നീ മിണ്ടാതിരിക്കണം. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ, ദൈവദാസന്മാർ കേസുകൾക്ക് മീതെ കേസ്. ഒരു ദൈവദാസനൂടെ കടന്നു വന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടല്ലോ, ഹല്ലേലൂയ, എൻ്റെ പേരിൽ അവരൊരു കേസ് കൊടുക്കും, ഞാൻ അവരുടെ പേരിൽ കൊടുക്കും. ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും മക്കളുമായി അല്ലെങ്കിൽ കുടുംബസ്ഥരുമായിട്ട് എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഞാൻ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം. വിശുദ്ധിയുടെ പുസ്തകമാണ്, വിശുദ്ധൻ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ കോടതി, കേസ്, അടി, അക്രമം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൈവ പൈതലിന് യോഗ്യമായതെന്ന് ചിന്തിക്കരുത്. പിശാച് നിന്നെ വിളിച്ച് കൂട്ടയടി ഉണ്ടാക്കുവാനും പോഷ്കു പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുവാനും കാത്തിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം കേട്ടോ. നീ ഒരിക്കലും ഹല്ലേലൂയ ഇങ്ങനെ കോടതി കാൽക്കുന്നവരായി, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്നവരായി തീരരുത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കുവാൻ ഞാൻ വേഗത്തിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 91-ാമത്തെ സങ്കീർത്തനം 14-ാം വാക്യം. ോ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ോ ആമേൻ. ഒന്ന്, ദൈവത്തോട് പറ്റിയിരിക്കണം. രണ്ട്, അവൻ്റെ നാമത്തെ അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് പറ്റിയിരിപ്പ് പ്രസംഗ സമയത്ത് മാത്രം. യാഗപീഠത്തിൽ കയറുമ്പോൾ ഭയങ്കര ആരാധന, ഭയങ്കര പ്രസംഗമാ, ഭയങ്കര വേഷമാ. അവിടം വിട്ട് പുറത്തിറങ്ങി വിശ്വാസികൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് പ്രശ്നക്കാരായവര്. ഹല്ലേലൂയ. ആത്മാവുള്ളവന്റെ ജോലി അവിടെ ദൈവത്തോട് പറ്റിയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇനി വളരെ ശക്തമായി പ്രാർത്ഥിച്ചോണം. ദൈവാത്മാവ് ഇന്ന് പകലിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്തിരിക്കുന്ന ചില വിഷയത്തെ കർത്താവ് ഏറ്റെടുക്കുന്ന കാലമാണ്. ഒന്ന്, പറ്റിയിരിക്കാൻ തയ്യാറാകുക. രണ്ട്, ദൈവത്തിൻ്റെ നാമത്തെ അറിയാൻ തയ്യാറാകുക. അറിഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന എന്ന ആയുധം എടുത്തുകൊണ്ട് അരനാടാൻ നീ തയ്യാറായിക്കോ. നിന്റെ കയ്യിലിരിക്കുന്ന വാള് ചെറുതല്ല. ശത്രുവിനെ വെട്ടി നിന്റെ നന്മയെ നിന്റെ കരത്തിൽ തരുന്ന വിശുദ്ധ ഗ്രന്ഥ ബൈബിള്, സത്യ വേദപുസ്തക, ന്യായപ്രമാണമാകുന്ന പുസ്തക, ഒരു ന്യായ വിസ്താര സമയത്ത് വിശുദ്ധന്മാരെ ചേർത്തുകൊള്ള. ലോകത്തിലെ വിശുദ്ധിയോടെ നടക്കുന്നവരല്ല. ദൈവത്തിൽ നീ വിശുദ്ധനാണോ? ദൈവത്തിൽ നീ വിശുദ്ധിയുള്ളവളാണോ? ഇന്ന് പൽക്കാലം ഒന്ന്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ശക്തിയോടെ ആരും വായ്പൂട്ടിയിരിക്കരുത്. അറുക്കപ്പെട്ട കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കപ്പെട്ടവർ അധരങ്ങൾ ചലിക്കട്ടെ. രഗനഘടകൾ പ്രവിടിമാനഘടകസി ശ്രീവൽക്കമനം ദൈഡയമനകാരകനം ചുടമാരകനഘടകൾ പ്രവിടിമാനഘടകം. എല്ലാവരും ആരാധിച്ചാട്ട്. ഉടമനഘടകൾ റീവല വൈഡം ശ്രീവൽക്കമനം വൈഡം മനകാരകനെ അടകം ദുനിയ തീവല വൈഡേ ശ്രീവൽക്കമന. ആത്മാവ് ചലരെ തൊട്ടിട്ടുണ്ട്. ആത്മാവിന്റെ പ്രവാദത്തിൽ അകത്ത് നീ ആയി പോയിട്ടുണ്ട്. ആത്മാവിന്റെ നദിക്കകത്ത് അതേ സഹോദര സഹോദരി നിങ്ങൾ ആയി കഴിഞ്ഞു. പ്രാവശ്യോ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതെ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ പുറത്തു പോകട്ടെ. പേടിച്ച് മാറി നിൽക്കരുത്. റീവലവൈഡം മനകം രഗണം ദുനഘടകം അത്തുൽ കടകം ദുനഘടകം വൈഡച്ചാലം ദുനഘടകം അടകം മനകം ദുനഘടകം റീവലവൈഡം ദുനഘടകം അടക മനക ദുനഘടകം റീവലവൈഡം മനകം ദുനഘടകം അത്തുൽ കടകം ദുനഘടകം അടകച്ചാലം ദുനഘടകം വൈഡം മനകം ദുനഘടകം. അഭിഷേകമുള്ളവർ കരമടിച്ച് ആരാശോ. വായ്പൂട്ടിയിരിക്കരുത്. നമ്മളെ മറുവിലയായി വില കൊടുത്ത് വീണ്ടെടുത്തവർ താവ്. എങ്ങനെയാ വില കൊടുത്താ വീണ്ടെടുത്തത്?
നമ്മളിവിടെ ആരാധിച്ച്, ഇവിടെ സ്തുതിച്ച്, ഇവിടെ മഹത്വപ്പെടുത്തി, ഇവിടെ വലിയ വീട് വെച്ച്, വലിയ ഫ്ലാറ്റ് മേടിച്ച് വാടകയ്ക്ക് കൊടുത്ത്, സെയിൽസ് നടത്തി, ബിസിനസ് നടത്തി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി, പ്രോപ്പർട്ടി ബിസിനസ് നടത്തി, ഇങ്ങനെയൊക്കെ നടത്തി ധനമുണ്ടാക്കി ഇവിടെ കിടന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ച് ദേശം പറയണം അവന് വലിയ പണക്കാരനാന്നുള്ള പേര് കേൾക്കാൻ വേണ്ടി നടക്കുന്നവരെ കൂട്ടത്തിലല്ല നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ മുത്തുകളായി മാറണം. അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. സോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ റകൽക്കമനം വൈഡമന റീവനഘടകം റിവൽക്കമനഘടകസിയാന. ചിലരെ നാവുകളെ മേൽ പരിശുദ്ധാത്മാവിന്റെ അത്യുന്ന ശക്തി. ഓ റീവൽക്കമാനഘടകൽക്കനാരി വൈഡമാനഘടകസിയാന. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന പകൽക്കാലമാണ്. അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ വായിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. വിളിക്കാത്തവൻ ഉത്തരമില്ല, മറുപടിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വിളിച്ചോണ്ടിരിക്കണം, ഇടപെടാതെ വിളിക്കണം. ഹല്ലേലൂയ. ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കുന്ന സമയത്ത് ഞാൻ സ്വോത്രം പറഞ്ഞേ കഴിക്കത്തുള്ളൂ. ചായ കുടിച്ചാൽ സ്വോത്രം പറയും. അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുടിച്ചാൽ സ്വോത്രം പറയും. ഹോട്ടലിൽ കയറുന്ന അപൂർവങ്ങളിൽ അപൂർവമാണ്. മാസത്തിൽ ചിലപ്പോൾ ഒരു ദിവസം പോലും നടക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. കാരണം നിൻ്റെ അകത്ത് കിടക്കുന്ന സ്തോത്രത്തിനൊരു ബെനിഫിറ്റുണ്ടോ? നിൻ്റെ അകത്ത് കിടക്കുന്ന സ്തോത്രം ലോകത്തിലെ സ്തോത്രമല്ല, ലോകത്തിലെ സ്തോത്രത്തെ പൊട്ടിക്കുന്ന സ്തോത്രമാണ്. ആ സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. ആ മഹത്വത്തിനകത്തൊരു കൈ പവർ വെളിപ്പെടും. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒരു ഹൈ മാർക്ക് ലൈറ്റ് പോലെ അഭിഷേകം നിന്റെ ഹൈ മാർക്ക് ലൈറ്റ് പോലെ ദേശത്തെ ഉദിപ്പിക്കുന്ന, ദേശത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ റിലീസ് ആകട്ടെ. അധികാരത്തിന്റെ ശക്തികളാൽ നിങ്ങൾ ഇപ്പോൾ പുറത്തു വരട്ടെ. ഓ ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സ്തോത്രം. നമ്മൾ ചിലതൊക്കെ കഴിക്കുന്നത്, ചിലർ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അങ്ങ് നടക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 കല്യാണ വീട്ടിൽ പോയി വേണമെങ്കിലും കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കഴിക്കുന്ന പുള്ളികളെയൊക്കെ നമ്മൾ ശരിക്കും തിരിച്ചറിയണം. കാരണം ഇവൻ കഴിക്കുന്നതിനെ തിന്നുകൊണ്ടുപോകുന്ന വേറെ ആരെങ്കിലും ഇവൻ്റെ അകത്തുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഏതെങ്കിലും ടീം അകത്തുറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ വായിച്ച ഭാഗം തന്നെ ഒന്നുകൂടി വായിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ഒന്ന് വിളിച്ചപേക്ഷിക്കണം. വിളി ശരിക്ക് നല്ല കറക്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഉത്തരമരുളുക തന്നെ ചെയ്യും. സ്തോത്രം. കൂട്ടുകാർ പറയും, വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും, എടാ അല്പം വൈകിയാലും കല്യാണം നടക്കും, നീ വിളിക്കരുതോ. എടി അല്പം വൈകിയാലും മണവാളൻ വരും, നീ വിളിക്കരുതോ. നിൻ്റെ ആവശ്യം നീ അറിഞ്ഞ് വിളിക്കണം. അടുത്തവൻ്റെ തോളിൽ കൊണ്ടുവന്ന് ചാരി വച്ചേച്ച് നീ ഇങ്ങനെ ലൈവായിട്ട് നടക്കാൻ തയ്യാറാകരുത്. എങ്കിൽ നിൻ്റെ നന്മ കെട്ടപ്പെട്ട അനുഭവത്തിൽ പോകും. യേശു പറഞ്ഞത്, ആവശ്യക്കാരൻ വന്നാൽ ഞാൻ റെഡിയായി നിൽപ്പുണ്ട്. ആവശ്യക്കാരി എപ്പോൾ വരുന്നോ, ആവശ്യക്കാരൻ എപ്പോൾ വരുന്നോ, ഞാനിവിടെ പ്രസൻറ്റാ, ഞാനിവിടെ റെഡിയാ. ആവശ്യക്കാരൻ വരാതെ വണ്ണം ഞാൻ കൽപ്പിക്കത്തില്ല. ആവശ്യക്കാരി വരാതെ വണ്ണം ഞാൻ കൽപ്പിക്കത്തില്ല. ആവശ്യക്കാരൻ വന്ന് കഴിയുമ്പോൾ ഞാൻ കൽപ്പിക്കും. അപ്പൊ ചില അക്കമണ്ടുകൾ തുറക്കും, ചില പാത്രങ്ങൾ നിറയും, ചില ശൂന്യതകൾ മാറും, ചില വീക്ക് പോയിന്റുകൾ മാറും, ചില പരാജയങ്ങൾ മാറും. ഈ പൽക്കാലം വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ആത്മതറവുള്ളവർ കരമടിച്ചുകൊണ്ട് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചോ.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ പോവുക, നിന്റെ കുടുംബത്തെ വാർത്തെടുക്കാൻ പോവുക. ഓ വെൽക്കം, വെൽക്കം, വെൽക്കം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ. കുടുംബത്തെ നോക്കാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ നീ മുട്ടുമടക്കി ഉപവസിക്കണം. നിന്റെ വാക്ക് കേൾക്കാത്ത മക്കളുണ്ടെങ്കിൽ നീ മുട്ടുമടക്കി ഉപവസിക്കണം. കോടതിയിൽ കേസിന് പോകരുത്. പെട്ടെന്ന് കേസ് കൊടുക്കുന്ന ഇന്ന് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നേ. ഞാനത് പഠിപ്പിക്കുകയില്ല കേട്ടോ. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ ഇത് പറഞ്ഞ് പഠിപ്പിക്കത്തില്ല. അഭിഷേകമുള്ളവൻ പറയുന്നത് തിരുവെഴുത്ത് പറയുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മെ നയിക്കുന്ന ചില വ്യാധിക ശക്തികളുണ്ട്. ഇവൻ അങ്ങ് മാറും, മറ്റവന് സ്വയബോധം വരും. ആ സ്വയബോധത്തിൻ്റെ ആത്മാവ് വരാൻ നീ തയ്യാറാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പോകണം. അവിടെ നീയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ് പറ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. അവിടെ ഉപദേശമില്ല. അവരുടെ മക്കൾ കെട്ടറുത്ത് നടക്കുക, അവര് കെട്ടറുത്ത് നടക്കുക. പിന്നെ നമ്മൾ അവിടെ പോയാൽ നമ്മളെ കെട്ടഴിക്കാൻ അവർ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ ഉള്ളിടത്ത് നീ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെക്കുറിച്ച് നീ പാടാൻ തയ്യാറാകണം. വിശുദ്ധിയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വിശുദ്ധിയും വേണം, വേർപാടും വേണം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമെന്ന് പാടുക മാത്രമല്ല, നടപ്പിൽ, ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, ആമേൻ, എല്ലാ വഴിയിലും അത് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്ത് ചെയ്യണം? ഉണ്ടാകണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയാം. ഹല്ലേലൂയ. ഒന്ന്, ആമേൻ, ആമേൻ, കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ ഉത്തരമരുളുക തന്നെ ചെയ്യും. വായിക്കാം, താട്ട് വായിക്കാം. കഷ്ടത വരുമ്പോൾ നമ്മൾ നേരത്തെ കേട്ട് യോസേപ്പിനെ കൊണ്ട് സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിനകത്തിട്ടു. എന്തിനാണെന്നറിയാമോ? സ്വപ്നക്കാരനെന്നാ. സ്വപ്നക്കാരൻ നീ ആയിക്കഴിഞ്ഞാൽ ഭാഗ്യക്കുറി അടിക്കും പോലെ വരുന്ന എതിരല്ല. 2 കോടി രൂപ നിനക്കൊരാൾ ദാനം തരുമ്പോൾ വരുന്ന എതിരല്ല. സ്വപ്നം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ശത്രു നിന്റെ എതിരാ. പിശാച് മുതൽ തുടങ്ങി നിന്റെ സഹോദരങ്ങൾ നിന്റെ ശത്രുവാകും. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. ഓ, അതിന് ലോകം, പാപം, പിശാചിനെ കീഴടക്കുന്ന സ്വപ്നം നിങ്ങളുടെ മേൽ ഇന്ന് പകലിൽ ഈ ആരാധനാ മധ്യത്തിൽ ദൈവാത്മാവ് കൈമാറാൻ പോകുന്നു. ദൈവാത്മാവ് കൈമാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഓ ഹല്ലേലൂയ. നിന്റെ സ്വപ്നത്തെ തകർക്കാൻ, നിന്റെ വിളിയെ തകർക്കാൻ, നിന്റെ തെരഞ്ഞെടുപ്പിനെ തകർക്കാൻ, നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ ചില ശത്രു നിന്റെ ഹല്ലേലൂയ നന്മയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ചിലതിനെ ഇന്ന് പകരം ആത്മാവിന്റെ അധികാരത്തിൽ റിമൂവ് ചെയ്യാൻ തയ്യാറാകുക. ആത്മാവിന്റെ അധികാരത്തിൽ റെസൈൻ ചെയ്യാൻ തയ്യാറാകുക. ആത്മാവിന്റെ അധികാരത്തിൽ പുറത്തു വരാൻ തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒരു കാലത്ത് അഭിഷേകം, കുറച്ച് നാൾ കഴിയുമ്പോൾ അഭിഷേകമില്ല. ഇന്ന് ലോകത്ത് അങ്ങനെയാ പലയിടത്തും നടക്കുന്നേ. ഹല്ലേലൂയ. അഭിഷേകം എന്ന് പറഞ്ഞാൽ നീ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത് വരെ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അഭിഷേകം അത് ഹല്ലേലൂയ വറ്റിപ്പോകാത്ത ഒരു നദിയാണ്. വറ്റിപ്പോകാത്ത ഒരു നദിയാണ്. ഹല്ലേലൂയ. ആ അഭിഷേകം നമ്മുടെ മേൽ ദൈവം ഇട്ടാൽ ഹല്ലേലൂയ, നീ 110 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ഈ അഭിഷേകം നിൻ്റെ കൂടെ കാണും. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇതിനെയാണ് ഹല്ലേലൂയ ഉപദേശത്തിൽ നമ്മൾ ശരിക്കും കൈക്കൊള്ളുവാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് നമ്മൾ എപ്പോഴും നിരന്തരമായി സ്തോത്രം പറയുന്നവരായിരിക്കണം. ഒന്ന്, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. പ്രവർത്തനമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഒരു തമിഴ്നാട് കൗൺസിലറുടെ വീട്ടിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു വ്യക്തി വിളിച്ച് ഞങ്ങൾ കിടന്നു പോവുക.
അവരൊരു വലിയ റിസോർട്ടൊക്കെ വാങ്ങി വലിയൊരു ബിൽഡിങ്ങൊക്കെ വാങ്ങി അങ്ങനെ താമസിക്കുക. പുതിയ ഹല്ലേലൂയ വീടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നഗരസഭയിലെ കൗൺസിലറായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഞാനുണ്ട്, ദൈവദാസനുണ്ട്, ദൈവദാസിയുണ്ട്. ഞങ്ങൾ കടന്നു പോകുന്ന ഞങ്ങളുടെ മറ്റൊരു വീട്ടുകാരാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. കൊണ്ടുപോകുമ്പോൾ അവിടെ പോകുന്ന വിഷയത്തിന് കാരണം അവർ തമിഴ്നാട് വിട്ട് കേരളത്തിലേക്ക് വന്നത്. അവർക്കൊരു കുഞ്ഞ്, ആൺകുഞ്ഞ്, എത്ര വയസ്സ് വരും ആ കുഞ്ഞിനെ? 10 വയസ്സ് വരും അല്ലേ? ഹല്ലേലൂയ. ഒരു 10 വയസ്സ് വരുമെന്ന് തോന്നുന്നു. നല്ല സൂര്യൻ്റെ നിറവുള്ളൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞിൻ്റെ കൈ രണ്ടും തളർന്നു, കാല് രണ്ടും തളർന്നു. ഇപ്പം നടക്കുകയുമില്ല, ഒന്നും ചെയ്യത്തില്ല. ഇപ്പം സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം മാതാവ് ഇവനെ കൊണ്ടുപോകാനൊരു കാറുണ്ട്. ഈ കാറിൽ സ്കൂളിൽ കൊണ്ടുപോകും. ബാക്കി ദിവസം കൊണ്ടുപോകാത്ത എന്നാന്ന് ചോദിച്ചോ പറഞ്ഞു, ഇവന് ജൂറിനൊഴിക്കാൻ പുറത്തു പോകാൻ പറ്റത്തില്ല, പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുവന്ന് അല്പനേരം മാതാവ് അവിടെ ഇരുത്തും. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മാതാവ് പുറത്ത് എടുത്ത് കൊണ്ടുപോയി നടത്തിയും കിടത്തിയും വീട്ടിൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അതിൻ്റെ മറവിൽ അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവനെ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഹല്ലേലൂയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞത്, ഇവൻ്റെ ശരീരത്തിൽ 3 ആമേൻ ദുരാത്മാവിൻ്റെ ശക്തി നിൽപ്പുണ്ട്. ഇവൻ നടക്കും, ഇവൻ തുള്ളിച്ചാടി നടക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആമേൻ ആമേൻ. ഇവിടെ കട്ടിൽ എടുത്തുകൊണ്ട് കിടത്തിയ വ്യക്തികൾ മണിക്കൂറിനകത്ത് നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കിടത്താനല്ല യേശു വന്നത്, നിന്നെ നടത്താനാണ് യേശു വന്നത്. ഹല്ലേലൂയ. തുള്ളിച്ചാടി നിന്നെ നടത്താൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഓ ഷുഡബാലബാലബാല വൈഡമാനഗഡകൾ കനാരി റീവൽ കവന വൈഡമന റഗനഗഡഗസിയാന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒരു പാരമ്പര്യമായി ഹിന്ദു വിശ്വാസിയാണ്. ഹല്ലേലൂയ ആമേൻ. ഹിന്ദു മതക്കാരാണ്. പക്ഷേ അവർക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്ന കാര്യം നടക്കത്തില്ല. പോകേണ്ട അടുത്ത് നീ പോയാലേ പറ്റൂ. ബെഗസ്ത കുളക്കരയിൽ ഒരു വലിയ കൂട്ടം കിടപ്പുണ്ട്, കുളത്തിൻ്റെ ഇളക്കം കാത്ത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ കിടന്നില്ല, ഹോസ്പിറ്റലിൽ കിടന്നില്ല, പേവാട്ടെടുത്ത് കിടന്നില്ല, ഹല്ലേലൂയ ഫ്ലാറ്റുകൾ വാടകയ്ക്കെടുത്ത് കിടന്നില്ല. അവർ കുളത്തിൻ്റെ കരയിലാണ് കിടക്കുന്നത്. കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. 5 മണ്ഡപങ്ങളുള്ള കുളമാണ്. 5 മണ്ഡപങ്ങളുള്ള ഒരു കുളത്തിൻ്റെ അല്ലെങ്കിൽ കരയിൽ ചെന്ന് കിടക്കുവാൻ തയ്യാറായത് ഇതിനകത്ത് സമയാസമയത്തിൽ ഒരു ദൂതൻ ഇറങ്ങാറുണ്ട്. ഈ ദൂതൻ ഇറങ്ങുന്ന സമയത്ത് ചില അത്ഭുതം കുളത്തിൽ ഇറങ്ങുന്നവന് നടക്ക്. ഏത് വ്യാധി പിടിക്കപ്പെട്ടവനായാൽ കുളത്തിനകത്തൊന്ന് വീഴാൻ അത് വിടുതലോടെ കരക്കയറാനിടയാകും. എത്ര കാലപ്പഴക്കം ചെന്നതായാൽ, എത്ര മുറ്റി കരുവാളിച്ചതായാൽ, എത്ര ബന്ധന കെട്ടുകളായാൽ, എത്ര രോഗം മൂർക്കിച്ച വിഷയമായാൽ, എത്ര മാന്ത്രികന്മാർ കെട്ടിയതായാൽ, ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന സമയത്ത് കുളത്തിനകത്ത് ഇറങ്ങുന്നവന് ഒരു വിടുതല്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. കരമടിച്ച് ആത്മാവുള്ളവർ ആരാധിച്ചുകൊണ്ടിരുന്നു. ശക്തിയോടെ പോരാ. പവർ പവർ പവർ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഭൂരിപക്ഷം ആളുകളും കറങ്ങുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ആമേൻ. ബൈക്ക് എടുക്കും, കടകട കുടുകുട്ടെന്ന് പറഞ്ഞ് ഒരു പോക്ക് പോകും. ഞായറാഴ്ച ദിവസം എന്നാ ജോലിയാന്ന് ചോദിച്ചാൽ 6 ദിവസം ജോലി ചെയ്ത് ഞായറാഴ്ച പള്ളിയിൽ ചെന്നിരുന്ന് ടൈം കളയാനാണോ? ഏതെങ്കിലും അല്ലെങ്കിൽ റിസോർട്ടിൽ ചെന്നിരുന്ന് റൗണ്ട് ബോട്ടിൽ ചെന്നിരുന്ന് ടൈം പാസ് ചെയ്യണം, കറങ്ങണം, നല്ല ഹോട്ടലിൽ കയറണം, നല്ല ഷാർജ കുടിക്കണം, നല്ല ജ്യൂസ് കുടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജ്യൂസൊക്കെ ഞായറാഴ്ച ആരാധന മുടക്കിച്ച് കുടിച്ചു കഴിഞ്ഞാൽ വലിയ റമ്പ കഷ്ടമാകും. ഞായറാഴ്ച ദൈവത്തിനുള്ള ദിവസമെന്നാണ് വചനം പറയുന്നത്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. വരുവീൻ, വണങ്ങി നമസ്കരിപ്പീൻ, അവൻ്റെ മഹത്വം കുടിപ്പീൻ. അവന് കൊടുക്കേണ്ട മഹത്വത്തെ നമ്മൾ കട്ട് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ അടുത്തൊരു വാക്യത്തിലേക്ക് കടന്നു വരുന്നത് 84-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. 84-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവരതിനെ ജലാംശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹമായി തീരുന്നു. അനുഗ്രഹപൂർണമായി തീരുന്നു. അതിൻ്റെ 11. യഹോവയായ ദൈവം
സൂര്യനും പരിചയമാകുന്നതിൻ്റെ 12. സൈന്യങ്ങളുടെ യഹോവേ, നിങ്ങൾ എവിടെ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. കറങ്ങേണ്ട ദിവസമല്ല, വഴുതി നടക്കേണ്ട ദിവസമല്ല, കള്ളം പറഞ്ഞ് വേലധനങ്ങൾ കാണിക്കേണ്ട ദിവസമല്ല, ദൈവത്തിൽ ആശ്രയിക്കേണ്ട ദിവസം. ഇത് ദൈവത്തിന് ആശ്രയം വയ്ക്കേണ്ട ദിവസം. ഇത് ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം. ഈ ദിവസം കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ, നീ മെഡിക്കൽ കോളേജിനകത്ത് പോകേണ്ട വരത്തില്ല. ഹല്ലേലൂയ, തൂത്തൂര് പോകേണ്ട വരത്തില്ല. നിന്റെ പ്രവിടിവേദിയാനഘടകസിയ, നിന്റെ വാഹനത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. നിന്റെ കുടുംബ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. നിന്റെ ആത്മീയ ഭൗതിക തലത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ശക്തമായി ദൈവത്തെ സ്തുതിച്ചോ, കരങ്ങൾ അടിച്ച് ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ സൗമ്യരെ അനിയത്തിഞ്ഞ് വരാൻ പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തത്താൽ ക്ഷയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേഗം വാ, വേഗം വരിക. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ഞാൻ അവൻ ഇവിടെ നിന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ. നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. സ്തോത്രം, സ്തോത്രം. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വെൽക്കം, വെൽക്കം, വെൽക്കം. ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. സഭ ഉണരുക. ഇനിയും ചില പൈശാചിക താണ്ഡവങ്ങൾ ഇളവാൻ പോവുകയാണ്. ചില പൈശാചിക ശക്തികൾ സഭയ്ക്കകത്തിരിക്കുന്ന ചില ഓഡിയൻസിൽ നിന്ന് അഴിഞ്ഞു മാറുന്നു. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാതെ തന്നെ ചില പൈശാചികങ്ങൾ കത്തുന്നത് ഞാൻ കാണുകയാ. ഓ റീവല വൈഡം മനകം രഗനം ഘടകം അത്തുൽ ഖമനം വൈഡം മനകം രഗനം ഘടകം റീവല വൈഡേ മനക രഗന ഘടകം വൈഡേ മനക രഗനേ റീവൽ കമന വൈഡം മനകേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥിച്ചോ. ഞാൻ അങ്ങോട്ട് വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കത്തില്ല. ആ ദൈവാത്മാവിൻ വേഗത്തിൽ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, കറക്റ്റ് ദൈവവചനം പറയുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം കൽപ്പന കാക്കും. കൽപ്പന കാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, നമ്മൾ പോവാമേ കർത്താവിന് വേണ്ടി അങ്ങ് ഇറങ്ങും അല്ലേ? കൽപ്പന കാത്തു കഴിഞ്ഞാൽ സ്തോത്രം, ആമേൻ, നമ്മളെന്ത് ചെയ്യും? നോട്ടീസൊക്കെ മേടിച്ച് ട്രാറ്റൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് നമ്മളങ്ങ് പ്രവർത്തിക്കും. അങ്ങനെ നമ്മൾ തകർന്നും ചിതറിയും കിടക്കുന്ന ജനത്തെ ദൈവത്തിൻ്റെ മക്കളാക്കും. കർത്താവിൻ്റെ സഭയിൽ കൊണ്ടുവന്ന് ഉപദേശം കേട്ട് അവർ ദൈവമക്കളായി തീരും. പ്രൈസ് ദി ലോർഡ്. അതാണ് കൽപ്പന കാത്തിരിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രത്യേകത. കൽപ്പന കാക്കുന്ന ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇന്ന് പകലിൽ ആ കൽപ്പനകൾ കേൾക്കാൻ ഹല്ലേലൂയ അനുഭവിക്കാൻ പോകുന്നു. ആ സഹോദരി പറഞ്ഞു കേട്ടോ, അവരെ വീട്ടിൻ്റെ അടുക്കൽ ഒരു സാത്താൻ്റെ കുടിയിരിപ്പുണ്ട്. ആമേൻ. ദൈവാത്മാവ് ഇവിടെ ആരാധനയ്ക്ക് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ശത്രുവാകുന്ന കുടിയിരിപ്പിനെ ദൈവാത്മാവ് തകർക്കും. അവർ പറയുന്നു, പലപ്പോഴും വീട്ടിൽ ഉറങ്ങാൻ പറ്റത്തില്ല, പലപ്പോഴും വീട്ടിനകത്ത് ഹല്ലേലൂയ ആമേൻ സന്തോഷമില്ല. ആമേൻ. എന്നാൽ സന്തോഷത്തിൻ്റെ ദൈവം നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഞാൻ